Hello. Good evening, everybody. As the scripture says in Matthew 1:21, and she will have a son, and you are to name him Jesus, for he will save the people from their sins. മത്തായി 1:21 തിരുവചനം ഇപ്രകാരം പ്രതിപാദിക്കുന്നു: അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേർ ഇടേണം. ക്രിസ്തുമസിൻ്റെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഈ വചനങ്ങളാൽ സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് ചെമ്പുക്കാവ് 2021 കരോൾ പരിപാടി എ ക്രിസ്മസ് കരോൾ 2021 ഇവിടെ ആരംഭിക്കുകയാണ്. പ്രാരംഭ പ്രാർത്ഥനയ്ക്കും സ്വാഗതത്തിനുമായി സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് വികാർ റെവറൻഡ് ഫാദർ ജോൺ പുലുക്കോട്ടിൽ അച്ഛനെ സാദരം സ്വാഗതം ചെയ്യുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു ക്രിസ്മസ് ആഗതമായിരിക്കുകയാണ്. ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ചെമ്പൂക്കാവ് സെൻറ് തോമസ് ഓർത്തഡോക്സ് പള്ളി ഓൺലൈൻ വഴിയായി നടത്തുന്ന കരോൾ നൈറ്റിലേക്ക് എല്ലാ ആളുകളെയും സ്വാഗതം ചെയ്യുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്വാഗതം ആശംസിക്കുന്നതിനേക്കാൾ മുമ്പ് ക്രിസ്മസിനെ കുറിച്ചൊരു കാര്യം ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്മസ് നമുക്ക് നൽകുന്നതായ 3 പ്രധാനപ്പെട്ട പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പാഠമാണ് സന്മനസ്സുള്ളവരായി തീരുക എന്നുള്ളത്. നമുക്ക് മനസ്സുണ്ട്, പക്ഷെ പലപ്പോഴും സന്മനസ്സുണ്ടാകാറില്ല. നമുക്ക് ബുദ്ധിയുണ്ട്, സൽബുദ്ധി ഉണ്ടാകാറില്ല. നമുക്ക് അറിവുണ്ട്, തിരിച്ചറിവുണ്ടാകാറില്ല. അപ്പോൾ സന്മനസ്സുള്ളവരായി നാം തീരണം, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ്, ക്രിസ്തുവിന് ജനിക്കുന്നതിന് എവിടെയും ഒരു ഇടം ലഭിച്ചില്ല. ക്രിസ്തുവിനെ ജനിപ്പിക്കുന്നതിന്, ക്രിസ്തുവിനെ കിടക്കുന്നതിന് നമ്മുടെ ഹൃദയത്തിൽ ഒരിടം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ സന്മനസ്സുള്ളവരാകണം, ഇടം കൊടുക്കുന്നവരാകണം. മൂന്നാമതും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ശിശുവിനെ വന്ദിച്ച വിദ്വാൻമാർ ദർശനത്തിൽ കണ്ട പ്രകാരം മറ്റൊരു വഴിയായി തിരിച്ചു പോകുന്നു. അപ്പോൾ തീർച്ചയായും ക്രിസ്മസിൻ്റെ ബന്ധങ്ങളിലേക്ക് നാം വന്നു കഴിഞ്ഞാൽ മറ്റൊരു വഴിയായി കടന്നു പോകുന്ന അനുഭവം, അതായത് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന അനുഭവം തീർച്ചയായും നമുക്കുണ്ടാകണം. ഈ 3 പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് വേണം നാം ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് കടന്നു വരുവാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഇന്ന് ഈ ക്രിസ്മസ് ആഘോഷത്തിന് നമുക്ക് മെസ്സേജ് തരുന്നത് നിരണം ഭദ്രാസനത്തിൻ്റെ അധിപനും യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റുമായ അഭിവന്ദ്യനായ ഡോക്ടർ യൂഹന്നാൻ മാർ ക്രിസ്റ്റോസ്റ്റമസ് തിരുമേനിയാണ്. ശാരീരികമായി തിരുമേനി നമ്മോടൊപ്പം ഇല്ലെങ്കിലും നമുക്ക് മെസ്സേജ് തരുന്നത് തിരുമേനിയാണ്. തിരുമേനിയെ വളരെയധികം സന്തോഷത്തോടുകൂടെ, ആഹ്ലാദത്തോടെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് കരോൾ ഗാനങ്ങൾ ആലപിക്കുന്നത് നമ്മുടെ പള്ളിയിലെ കൊയറാണ്. വളരെയധികം സന്തോഷത്തോടെ ആ കൊയർ യൂണിറ്റിലെ അംഗങ്ങളെ ഈ ക്രിസ്മസ് ആഘോഷവേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങളിലും അതുപോലെ തന്നെ മർത്തമറിയ സമാജത്തിലെ പ്രവർത്തകരും എല്ലാം തന്നെ ഇതിന് അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. അവരെയെല്ലാം ഈ നല്ല ആഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഓൺലൈൻ വഴിയായി ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന, ഈ പരിപാടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളെയും ജാതി മത ഭേദമന്യേ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഈ രാവിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തട്ടെ. ഹാപ്പി ക്രിസ്മസ്. Thank you, Father. The carol based on Luke 2:14 tells of an angelic chorus singing praise to God. May you all experience the music of heaven during this special time of the year. Let me invite our church choir for the Christmas carol song.
Thank you, church choir members. That was wonderful for creating the spirit and joy of Christmas. വീണിന്റെ പുത്രൻ മണ്ണിൽ ജാതനായതിന്റെ വരവറിയിച്ചു കൊണ്ടുള്ള ഈ വേളയിൽ വേദപുസ്തക വായനയ്ക്കായി കുമാരി ലീത്തോ സൂസൻ ജോണിനെ ക്ഷണിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഹേരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദ്യയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഞങ്ങൾ അവൻ്റെ നക്ഷത്രം കിഴക്ക് കണ്ട് അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹേരോദ രാജാവ് അത് കേട്ടിട്ട് അവന് യെരുശലേമൊക്കെയും ഭ്രമിച്ച് ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി, ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നത് എന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദ്യയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദ്യ ദേശത്തെ ബേത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിലൊട്ടും ചെറുതല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാറെ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെക്കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്ന് എന്നെ അറിയിപ്പിൻ എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ട് അവർ പുറപ്പെട്ട് അവർ കിഴക്കു കണ്ട നക്ഷത്രം ശിശു ഇരിക്കുന്ന സ്ഥലത്തിനു മീതെ വന്ന് നിൽക്കുവോളം അവർക്കു മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്നു ശിശുവിനെ അമ്മയായ മറിയയോടുകൂടെ കണ്ട് വീണ് അവനെ നമസ്കരിച്ചു. നിക്ഷേപപാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തിരിക്കവും മോരും കാഴ്ചവെച്ചു. ഹേരോദാവിൻ്റെ അടുക്കൽ മടങ്ങിപ്പോകരുത് എന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേഴെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ബാർക്കുമോ. താങ്ക് യു ലിത്തോ. ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് കൊറോണ വൈറസ് COVID-19. ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലൊക്കെ വമ്പിച്ച പുരോഗതി നേടിയ മനുഷ്യൻ നിസ്സഹായനാണെന്ന് ബോധ്യപ്പെട്ട കാലഘട്ടം മനുഷ്യന്റെ ജീവിതശൈലിയെ തന്നെ ഇത് മാറ്റിമറിച്ചു. ഈ മാറ്റം നമ്മുടെ ആഘോഷങ്ങളെയും എങ്ങനെ സ്വാധീനിച്ചു എന്നതിൻ്റെ ഒരു ചെറിയ ദൃശ്യാവിഷ്കാരം നമുക്കായി അവതരിപ്പിക്കുന്നു കുമാരി ദിയ സി ഡിൻചു, ടിയ സി ഡിൻചു ആൻഡ് മാസ്റ്റർ ഗ്രെഗ് സി ഡിൻചു. എന്താ പറ്റിയേ? ഒന്നുമില്ല. എണീറ്റോ? എന്താ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കണേ? ഞാനും ഇപ്പൊ ചോദിച്ചിട്ടേ ഉള്ളൂ. ഞാനിന്നൊരു സ്വപ്നം കണ്ടു. എന്ത് സ്വപ്നം? ക്രിസ്മസാ. നല്ല സ്വപ്നല്ലേ? അതാ വിഷമായേ. അതെന്താ?
നമ്മൾ പണ്ട് ആഘോഷിച്ച പോലത്തെ ക്രിസ്മസ് ഞാൻ സ്വപ്നം കണ്ടേ. ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്തു, കരോൾസ് വന്നു, കുറെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ സാന്റാക്ലോസ് ചോക്ലേറ്റ്സും തന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെ ആഘോഷിക്കാൻ പറ്റില്ലല്ലോ. അത് ശരിയാ. ഇപ്പോഴാണെങ്കിൽ മാസ്കും സാനിറ്റൈസറും ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങോട്ടും പോവാൻ പറ്റില്ല. ക്രിസ്മസ് പർച്ചേസ് ഇല്ല, ക്രിസ്മസ് സെലിബ്രേഷൻ ഇല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ നോർമലി സ്കൂളിലൊക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്തത് ഇപ്പൊ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലേ. ലോക്ക്ഡൌൺ ഇപ്പൊ ലോക്ക്ഡൌൺ ആയിട്ട് ആഘോഷിക്കാനേ പറ്റിയിരുന്നില്ല. ഇനി എങ്ങനെ ആഘോഷിക്കാനാ? അത് സാരല്ലക്കി, നമുക്ക് ഇക്കൊല്ലം ചെറുതായിട്ടെങ്കിലും ആഘോഷിക്കാൻ പറ്റും. നമ്മുടെ പള്ളിയില് കാരൽസും പിന്നെ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ലൈവാ. ഇനി നമുക്കത് കണ്ടാലോ? Thank you, dear ones. That was wonderful. As the Bible says in Psalms 150, verse 4, praise him with tambourine and dance, praise him with stringed and winged instruments. Let me call upon Master Atul Philip Laiju for the instrumental music.
Thank you, Atul, for the lovely rendition. ഈ രാവിൽ നമുക്കായി ക്രിസ്തുമസ് സന്ദേശം നൽകുന്നത് നിരണം ഭദ്രാസനാധിപൻ അഭിവന്ദ്യനായ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്തോമോസ് തിരുമനസ്സുകൊണ്ടാണ്. ആ മഹൽ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ദൈവ തിരുനാമത്തിന് മഹത്വം. ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. നിങ്ങളുടെ ഇടവക ക്രിസ്മസ് ആഘോഷം നടത്തുന്ന ഈ സന്ദർഭത്തിൽ ഈ ഓൺലൈനായിട്ടെങ്കിലും നിങ്ങളോടുകൂടി പങ്കാളിയാകുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ ഒരുക്കിയ അവസരത്തിനായി ഞാൻ നന്ദി ആദ്യമേ രേഖപ്പെടുത്തുന്നു. ഞാൻ ക്രമമായി വായിക്കുന്ന ഒരു മലയാള എക്യുമെനിക്കൽ ക്രൈസ്തവ പ്രസിദ്ധീകരണമാണ് ന്യൂ വിഷൻ എന്നുള്ളത്. അതിൻ്റെ മുഴുവൻ പേര് ന്യൂ വിഷൻ ഫോർ എ ചേഞ്ചിങ് വേൾഡ് എന്നാണ്. അതിൽ ടി ജോർജ് ബെഗനാൻ എന്നുള്ള കൗൺസിലർ തെറാപ്പിസ്റ്റിൻ്റെ ഒരു സ്ഥിരം പങ്ക്തി ഉണ്ട്. ഡിസംബറിൽ ഈ മാസം ഇറങ്ങിയ ഈ മാസികയിൽ അമേരിക്കയിലെ ഒരു ജയിലിൽ നടന്ന ഒരു ക്രിസ്മസ് ആഘോഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ലേഖനം കുറിപ്പ് ആരംഭിക്കുന്നത്. ധാരാളം ജയിൽ പുള്ളികളെ പാർപ്പിക്കുന്ന അമേരിക്കയിലെ ഒരു വലിയ ജയിലിൽ ഒരു ക്രിസ്മസ് ആഘോഷം നടക്കുക. അപ്പം ജയിലിനൊരു ചാപ്ലയിനുണ്ട്. നിശ്ചിത സമയത്ത് പ്രോഗ്രാം ആരംഭിച്ചു. ഒരു വിശിഷ്ട അതിഥിയെ ക്രിസ്മസ് സന്ദേശത്തിന് വേണ്ടി അവർ ക്ഷണിക്കുകയും ചെയ്തു. അപ്പോൾ പാട്ടും വേദവായനകളും ഒക്കെ നടന്ന് ഈ ക്രിസ്മസ് സന്ദേശം കൊടുക്കുവാനുള്ള അവസരം ആയപ്പോൾ അതിനുവേണ്ടി ക്ഷണിക്കപ്പെട്ട ആൾ ഈ ജയിൽ പുള്ളികൾക്കും മനസ്സിലാകത്തക്കവണ്ണം ലളിതമായ ഭാഷയിൽ എന്താണ് ക്രിസ്മസ് എന്നും എന്തിനാണ് ക്രിസ്മസ് എന്നും പറഞ്ഞൊന്ന് വ്യക്തമാക്കാനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം വേദപുസ്തകത്തിലെ കാര്യങ്ങളൊക്കെ ഒന്നിൻ്റെ പുറകെ ഒന്നായി ഇങ്ങനെ പറഞ്ഞ് പോയി. ആ സമയത്ത് ശ്രോതാക്കളിൽ ഒരാൾ, ഒരു ജയിൽ പുള്ളി, പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നൊരു ചോദ്യം ചോദിച്ചു, വേർ ഈസ് ദ സ്റ്റാർ നൗ? നമ്മൾ എന്തെങ്കിലും പ്രസംഗിച്ചുകൊണ്ടോ പഠിപ്പിച്ചുകൊണ്ടോ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരാൾ എഴുന്നേറ്റൊരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് പെട്ടെന്നൊരു മറുപടി പറയാൻ ചിലപ്പോൾ ഒന്ന് അല്പം പതറിപ്പോകാം. പക്ഷേ ഈ പ്രസംഗകൻ വളരെ ഭംഗിയായിട്ടത് കൈകാര്യം ചെയ്തു. ചോദിച്ച ചോദ്യം, ആ സ്റ്റാർ, ആ നക്ഷത്രം ഇപ്പം എവിടെയാണ്? വേർ ഈസ് ദ സ്റ്റാർ നൗ? സന്ദേശം നൽകിയ ആൾ അതിന് മറുപടി നൽകി, യു ആർ ദ സ്റ്റാർ. നിങ്ങളാണ് ആ നക്ഷത്രം. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും ഓരോ നക്ഷത്രങ്ങളായി മാറണം. എന്താ ക്രിസ്മസ്, എന്തിനാ ക്രിസ്മസ് എന്നുള്ള ചോദ്യത്തിന് കാലാകാലങ്ങളിലായി ഉത്തരങ്ങൾ കണ്ടുപിടിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ട്. വേദപുസ്തകത്തിൽ ധാരാളം ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്താം. സഭാചരിത്രത്തിൽ പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളിൽ നമുക്കതിനുള്ള ഉത്തരം കണ്ടെത്താം. പക്ഷേ ഞാൻ അതിന് ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം, മനുഷ്യത്വവും മനസാക്ഷിയും മരിച്ച മനുഷ്യ സമൂഹത്തിന് മനുഷ്യത്വത്തിൻ്റെയും മനസാക്ഷിയുടെയും നല്ല പാഠങ്ങൾ, ഭാവങ്ങൾ പകർന്നു നൽകുവാൻ ദൈവം ക്രിസ്തുവിൽ മനുഷ്യനായി. അപ്പോൾ ദൈവീകതയുടെ മനസാക്ഷിയും ദൈവീക മനുഷ്യത്വവും ഉള്ളവരായി നമ്മൾ മാറുന്നതാണ് നമ്മളൊരു നക്ഷത്രമായി തീരുന്നതിന് സമാനമായിട്ടുള്ളത്. ഈ ലേഖനത്തിൽ അങ്ങനെ നക്ഷത്രങ്ങളായി തീർന്ന രണ്ട് വ്യക്തികളുടെ
നമ്മുടെ പത്രത്തിൽ ഉണ്ടായിരുന്നു, ഒരുപക്ഷെ നിങ്ങളും വായിച്ചിരിക്കാം. ഒന്ന്, മംഗലാപുരം പട്ടണത്തിൽ ഓറഞ്ച് വിൽപ്പന നടത്തുന്ന ഒരാൾക്ക് അടുത്തിട പത്മശ്രീ അവാർഡ് കിട്ടി. നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ്റെ പേര് ഹജബ എന്നാണ്, പേരിൻ്റെ ഭാഗികമായ ഭാഗം. അദ്ദേഹം ഒരു ഓറഞ്ച് വിൽപ്പനക്കാരനാണ്. ബാംഗ്ലൂർ പട്ടണത്തിൽ ഓറഞ്ച് വിറ്റുകൊണ്ട് നടന്ന സമയത്ത് ഒരു വിദേശി വന്ന് ഓറഞ്ചിൻ്റെ വില ഇംഗ്ലീഷിൽ ചോദിച്ചു. ഇംഗ്ലീഷിൽ മറുപടി പറയാനുള്ള വിദ്യാഭ്യാസം അദ്ദേഹത്തിനില്ലായിരുന്നു. അത് അദ്ദേഹത്തിന് വളരെ കുറ്റബോധമുണ്ടാക്കി. സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്ന ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഈ ഹജ്ജിബായിക്ക് വിദ്യാഭ്യാസം ലഭിച്ചില്ല. അവരുടെ ഗ്രാമത്തിൽ അത് ലഭിക്കാനുള്ള സംവിധാനം സ്കൂൾ ഉണ്ടായിരുന്നുമില്ല. പക്ഷേ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഞാൻ അനുഭവിക്കുന്ന ഈ പ്രയാസം ഇന്നത്തെ തലമുറ അനുഭവിക്കരുത്. ഒരു ഓറഞ്ച് വിൽപ്പനയിൽ നിന്ന് എന്ത് ലാഭം കിട്ടും? കിട്ടുന്നതിൻ്റെ ഒരംശം മാറ്റി അദ്ദേഹം ശേഖരിച്ച് വെച്ച് 5000 രൂപയായി കഴിഞ്ഞപ്പോൾ തൻ്റെ ഗ്രാമത്തിൽ ഒരു ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനം, കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കാനും ഉള്ള ഒരു സംരംഭം തുടങ്ങി ഒരാളെ ചുമതലപ്പെടുത്തി. അത് വളർന്നു, LP സ്കൂളായി, UP സ്കൂളായി. അപ്പോഴത്തേക്ക് ജില്ലാ ഭരണകൂടമെല്ലാം വന്ന് ഈ പ്രസ്ഥാനം അങ്ങ് ഏറ്റെടുത്തു. പിന്നെ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് അത് വളർന്നുകൊണ്ടിരിക്കുക. അദ്ദേഹത്തെ ഒരു ഓറഞ്ച് വിൽപ്പനക്കാരൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു വെളിച്ചം, അത് മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരാൻ, ഒരു നക്ഷത്രമായി തീരാൻ ഉള്ള ആ മനുഷ്യൻ്റെ ശ്രമം, അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ് പത്മശ്രീ അവാർഡ് കൊടുത്ത് ആദരിച്ചു. ഇപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്താ ആഗ്രഹം എന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഒരു ജൂനിയർ കോളേജാക്കി മാറ്റണം. 100 കണക്കിന് കുട്ടികൾക്ക് അക്ഷരം വിദ്യാഭ്യാസത്തിലൂടെ, അറിവിലൂടെ വെളിച്ചത്തിലേക്ക് വരാനുള്ള ഒരു ശ്രമം. യു ആർ ദ സ്റ്റാർ. ഞാനും നിങ്ങളും ഓരോ നക്ഷത്രങ്ങളായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ സമൂഹത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിക്കും. ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ഞാൻ കണ്ട ഒരു നിരീക്ഷണം, വി ആർ കോൾഡ് നോട്ട് ഓൺലി ടു വാക്ക് ഇൻ ദ ലൈറ്റ് ബട്ട് ഓൾസോ ടു ബി എ ലൈറ്റ് ടു അതേഴ്സ്. വെളിച്ചത്തിൽ നടക്കാൻ വിളിക്കപ്പെട്ടവർ മാത്രമല്ല നമ്മൾ, മറ്റുള്ളവർക്കും വെളിച്ചമായിരിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു നിയോഗമാണ്. ഈ വെളിച്ചമായി തീരുക എങ്ങനെ മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരാം എന്നുള്ളത് റെസ്പോണ്ടിങ് വിത്ത് കൈൻഡ്നെസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്. കാരുണ്യത്തോടും നല്ല ധാരണയോടും വിവേകത്തോടും കൂടി പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ നമുക്കും വെളിച്ചമായി തീരാനായിട്ട് സാധിക്കും. അത് കഴിയണമെങ്കിൽ ഉള്ളിൽ വെളിച്ചമുണ്ടാകണം, ദൈവാനുഭവമുണ്ടാകണം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് കഥകളും കാര്യങ്ങളുമാണ് ഓരോ വർഷവും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതെല്ലാം നമ്മൾ ഒന്നിച്ചു വെച്ച് വിശകലനം ചെയ്ത് നോക്കിയാൽ മനുഷ്യ മനസ്സുകൾക്ക് ഉണ്ടാകുന്ന പരിവർത്തനമാണ് ഈ ക്രിസ്മസുമായി ബന്ധപ്പെട്ട് ഇറങ്ങുന്ന എല്ലാ കഥകളുടെയും പ്രധാനമായ ഉള്ളടക്കം. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വെളിച്ചമുള്ളവരായി തീരുക, ഉള്ളിലെ വെളിച്ചം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. വി ആർ കോൾഡ് ടു ബി എ ലൈറ്റ് ടു അതേഴ്സ്. നാം മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി തീരണം. അങ്ങനെ ഓരോ ദിവസത്തെയും പത്രത്തിൽ ഇങ്ങനെയുള്ള മറ്റുള്ളവർക്ക് വെളിച്ചമായി തീരുന്ന അനേക സംഭവങ്ങൾ നമുക്ക് വായിക്കാനായിട്ടും അറിയാനായിട്ടും സാധിക്കും. പക്ഷേ വായിച്ചതുകൊണ്ടായില്ല, അറിഞ്ഞതുകൊണ്ടുമായില്ല. ഞാനും നിങ്ങളും മറ്റുള്ളവർക്ക് ഒരു വെളിച്ചമായി, പ്രതീക്ഷയായി, അനുഗ്രഹമായി മാറുമ്പോഴാണ് യഥാർത്ഥമായ ക്രിസ്മസ്
ഒരു അനുഭവമായി തീരുന്നത്. അതിന് ദൈവം ഇടയാക്കട്ടെ. എല്ലാവർക്കും അനുഗ്രഹീത ക്രിസ്മസിൻ്റെയും പുതുവർഷത്തിൻ്റെയും മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദിയുടെ പൂച്ചെണ്ടുകൾ തിരുമനസ്സിന് അർപ്പിക്കുന്നു. Now we have our cute little Esther Rose with her gifted performance. ദൈവ തിരുനാമത്തിന് മഹത്വം. ക്രിസ്തു യേശുവിൽ ഏവർക്കും സ്നേഹ വന്ദനം. നിങ്ങളുടെ ഇടവക ക്രിസ്മസ് ആഘോഷം നടത്തുന്ന ഈ സന്ദർഭത്തിൽ ഈ ഓൺലൈനായിട്ടെങ്കിലും നിങ്ങളോടുകൂടി പങ്കാളിയാകുവാൻ ബഹുമാനപ്പെട്ട അച്ഛൻ Thank you, little Esther. That was awesome. രാത്രിയുടെ നിശബ്ദതയിൽ താരങ്ങൾ മിന്നിത്തിളങ്ങുമ്പോൾ പുൽത്തൊട്ടിലിൽ താരാട്ടുകെട്ട് ഉറങ്ങുന്ന ഉണ്ണിയേശു. Let us listen to a melodious song from the church choir. ഉണ്ണിയുറങ്ങ് ആരോമൽ പൈ
Thank you, choir members, for the wonderful song. ശ്രവണസുന്ദരമായ മറ്റൊരു ഗാനവുമായി മാസ്റ്റർ ഇഷാൻ ജേക്കബ് അജിത്. Over to Master Ishan Jacob Ajit. Thank you, Ishan. That was wonderful. Let's listen to the word of God. Let me call upon Mrs. Renu Alex for the scripture reading. The Gospel according to St. Luke, chapter 2, verses 1 to 14. And it came to pass in those days that there went out a decree from Caesar Augustus that all the world should be taxed. And this taxing was first made when Cyrenius was governor of Syria. All went to be taxed, everyone into his own city. And Joseph also went up from Galilee, out of the city of Nazareth, into Judea, unto the city of David, which is called Bethlehem, because he was of the house and lineage of David, to be taxed with Mary, his espoused wife, being great with child. And so it was that while they were there, the days were accomplished that she should be delivered. And she brought forth her firstborn son, and wrapped him in swaddling clothes, and laid him in a manger, because there was no room for them in the inn. And there were in the same country shepherds abiding in the field, keeping watch over their flock by night. And lo, the angel of the Lord came upon them, and the glory of the Lord shone round about them, and they were sore afraid. And the angel said unto them, Fear not, for behold, I bring you good tidings of great joy, which shall be to all people. For unto you is born this day in the city of David a Savior, which is Christ the Lord.
And this shall be a sign unto you. You shall find the baby wrapped in swaddling clothes, lying in a manger. And suddenly there was with the angel a multitude of heavenly hosts, praising God and saying, Glory to God in the highest, and on earth peace, goodwill toward men. This is the word of the Lord. Thank you, Renu ma'am. Let's rejuvenate ourselves with another carol song by the church choir. രക്ഷകരെത്തുന്നു സംപ്രീതരായി, പാതകളിൽ പുതുമഞ്ഞിൻ ഗന്ധമുയർന്നു. അന്വേഷകരെത്തുന്നു സംപ്രീതരായി, പാതകളിൽ പുതുമഞ്ഞിൻ ഗന്ധമുയർന്നു. മാനവരിൻ മോചകനായി രാജനെ നമിച്ചിടുന്നു. നാഥനാം രാജൻ ഗിരിനിരകൾ പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, കരുനിരകൾ പാടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, വണ്ണം വിണ്ണും ഒന്നാകുന്നു. പാടിടുന്നു, മണ്ണും വിണ്ണും ഒന്നാകുന്നു. മനുകുലമൊന്നായി പാടിടുന്നു. ഉത്സവമേളം നർത്തനതാളം, ഭൂവിലാകെ മഴവിൽ വർണ്ണം. ഉത്സവമേളം
ഇടയന്മാരണയുന്നവരാമോദമായി വീഥികളിൽ പുതുപൂക്കൾ കണ്ണു തുറന്നു. ഇടയന്മാരണയുന്നവരാമോദമായി വീഥികളിൽ പുതുപൂക്കൾ കണ്ണു തുറന്നു. രക്ഷകരാ പൈതലിനെ കണ്ടു വണങ്ങിടുന്നു. ജീവന്റെ നാഥനെ പുൽകി ഗിരിനിരകൾ പാടുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഗിരിനിരകൾ ആർക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ മണ്ണും വിണ്ണും ഒന്നാകുന്നു. മനുകുലമൊന്നായി പാടിടുന്നു. മണ്ണും വിണ്ണും ഒന്നാകുന്നു. മനുകുലമൊന്നായി പാടിടുന്നു. ഉത്സവമേളം നർത്തനതാളം ൂരിലാകെ മഴവിൽ വർണ്ണം. ഉത്സവമേളം നർത്തനതാളം ൂരിലാകെ മഴവിൽ വർണ്ണം. ഉത്സവമേളം നർത്തനതാളം ഉത്സവമേളം നർത്തനതാളം ഉത്സവമേളം നർത്തനതാളം ഉത്സവമേളം. Thank you, choir members. Next, we have a tableau presented by Kumari Ivania Sara, Kumari Emia Rose, Kumari Aksa Maria Sunil, and Master Heno Varghese. അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റി മിന്നി. അവർ ഭയപരവശരായി തീർന്നു. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. നിങ്ങൾക്കടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് ദൈവത്തെ പുകഴ്ത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. രാജാവെഴുന്നള്ളുന്നു, രാജാവെഴുന്നള്ളുന്നു, ദേവന്റെ ദേവൻ എഴുന്നള്ളുന്നു. മലർവീഴിയൊരുക്കി മാലാഖമാർ പുൽമെത്ത വിരിച്ചു ഇടയന്മാർ. Thank you, dear ones, for creating that wonderful spirit of Christmas. അടുത്തതായി ഒരു ക്രിസ്മസ് ഗാനവുമായി ടിന ടൈനി ചുങ്കത് ആൻഡ് ജീന ടൈനി ചുങ്കത്.
നന്മയേകും കാരുണ്യമൻ ബെത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമൻ സർവലോകർക്കും നന്മയേകും കാരുണ്യമൻ ബെത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. പിന്നെ താരകൾ പുഞ്ചിരി തൂകി മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാൻ എന്നും ആഘോഷമുണരുകയാൻ. വന്നെത്തി സമ്മാനങ്ങൾ കൊണ്ടെത്തി രാജാക്കന്മാർ ഒന്നായിടെ ലോകത്താൽ ഉള്ളോരെല്ലാം കത്തുന്നേ ഇന്നും നിന്റെ സ്നേഹത്താൽ രാജാതിരാജനേ എന്റെ മാർഗദീപമേ എൻ ജീവനാളിൽ ചൈതന്യമാകണേ കൂട്ടിലേ തുപ്പായി കനിവായി വാഴണേ. ഹേ പൊട്ടാസ് കുക്കുറ്റി കമ്പിത്തിരി മത്താപ്പ് റോക്കറ്റ് ചെമ്പുത്തിരി ഗബ്രിയേലിന്റെ ദർശന സാഫല്യമൻ സർവലോകർക്കും നന്മയേകും കാരുണ്യമൻ ബെത്ലഹേമിന്റെ മാറിലൊരാരോമലുണ്ണി പിറന്നല്ലോ. പിന്നെ താരകൾ പുഞ്ചിരി തൂകി മണ്ണിൽ ഗ്ലോറിയ നാദങ്ങൾ പാടി അവൻ പള്ളിക്കച്ചയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലിട്ടടിക്കുകയാൻ എന്നും ആഘോഷമുണരുകയാൻ. Thank you, Tina and Gina. That was a wonderful performance. A Christmas celebration and carol night will go incomplete without the arrival of Christmas Papa. Let's all welcome our Santa for the day. Dashing through the snow in a one-horse open sleigh, o'er the fields we go, laughing all the way. The bells on bobtail ring, they make our spirits bright. What fun it is to ride and sing a sleighing song tonight. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Sleigh. A day or two ago, I thought I'd take a ride, and soon Miss Fanny Bright was seated by my side. The horse was lean and lank, misfortune seemed his lot. He got into a drifted bank, and we got upside. Jingle bells, jingle
Go it while you're young. Take the girls tonight and sing this. Thank you, Christmas Papa. Before we wind up the program, let's have our church choir with their final song, which will nurture the spirit and joy of Christmas in our minds. Over to the church choir. That was wonderful. Let's all keep our spirit high with that wonderful song. Now, to express the word of thanks, let me call upon the secretary of our St. Thomas Orthodox Church, Mr. Joseph Matthew.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏതാണ്ട് 2 വർഷക്കാലമായി കൊറോണ രോഗവ്യാപനത്തിൻ്റെയും തുടർന്നുണ്ടായ പ്രകൃതി ദുരന്തങ്ങളുടെയും എല്ലാം ആകുലതകളിലും ഈ വർഷവും നമുക്ക് ക്രിസ്മസ് കരോൾ നൈറ്റ് ഇവിടെ പള്ളിയിൽ ആഘോഷിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കഴിഞ്ഞ വർഷവും ജനങ്ങളുടെ സാന്നിധ്യമില്ലാതെ നമ്മൾ വീഡിയോ സ്ട്രീമിംഗ് വഴി പരിപാടി അവതരിപ്പിച്ചപ്പോൾ അടുത്ത വർഷവും ഇങ്ങനെ തന്നെ ഇത് തുടരേണ്ടി വരുമെന്നോ അല്ലെങ്കിൽ ഇത് നടത്തുവാൻ സാധിക്കുമെന്നോ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അനിശ്ചിതത്തിൻ്റെയും ആകുലതയുടെയും ഈ കാലങ്ങളിൽ നമ്മെ വഴി നടത്തിയ ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഈ ക്രിസ്മസ് കരോൾ ഇവിടെ ഭംഗിയായി അവതരിപ്പിക്കുവാൻ എല്ലാ പ്രചോദനവും പ്രോത്സാഹനവും നൽകിയ നമ്മുടെ ഇടവ വികാരി ബഹുമാനപ്പെട്ട ജോൺ പുലിക്കോട്ടിൽ അച്ഛനോടും ഈ കൊയർ പരിപാടിക്ക് നേതൃത്വം നൽകിയ ശ്രീ രാജൻ ജേക്കബ്, ശ്രീമതി സുജ കുര്യൻ എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഇവിടെ അറിയിക്കുകയാണ്. കൂടാതെ ഓരോ കൊയറങ്ങളോടും അവർ ഇതിന് കാണിച്ച ത്യാഗ മനോഭാവവും അർപ്പണ ബുദ്ധിയും എല്ലാം ഇനിയും വാഴ്ത്തപ്പെടേണ്ടതാണ്. അവർക്ക് ഓരോരുത്തരുടെയും പേരെടുത്ത് പറയാതെ അവർക്ക് ഈ ഇടവകയുടെ പേരിൽ പ്രത്യേകം നന്ദി അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു സംരംഭത്തിന് എല്ലാ പിന്തുണയും എല്ലാ ടെക്നിക്കൽ അതിൻ്റെ സാങ്കേതിക സഹായങ്ങളും നൽകിയ ബഹുമാനപ്പെട്ട കുര്യൻ സാറ്, അതുപോലെ സൗണ്ട് സിസ്റ്റം ഭംഗിയായി, ആദ്യം കുറച്ച് പ്രോബ്ലംസ് എല്ലാം ടീച്ചിങ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിലും എല്ലാം ഭംഗിയായി നിർവഹിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിന് മുൻകൈയെടുത്ത ശ്രീ ബിനോയ് ആൻഡ് ടീമിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇതിനെല്ലാം ഉപരിയായി ഈ ക്രിസ്മസിന് നമുക്ക് ക്രിസ്മസ് മെസ്സേജ് തന്ന നിരണം ഭദ്രാസനാധിപൻ OCYM പ്രസിഡൻറ്റുമായ അഭിവന്യ യുഹാനോൻ മാർക്കുസ് തോമസ് തിരുമേനിയോടുള്ള പ്രത്യേക ഭക്തി ആദരവുകൾ ഇവിടെ സമർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്രിസ്മസ് സന്ദേശം നമുക്ക് പലർക്കും കേൾക്കാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തോടുള്ള നന്ദിയും ആദരവും ഇവിടെ പ്രകടിപ്പിക്കുന്നു. കൂടാതെ ഈ പരിപാടി ഭംഗിയായി നടത്തുവാൻ സഹായിച്ച കുരുന്നുകൾ അവരുടെ പരിപാടികൾ ഭംഗിയായി അവതരിപ്പിച്ചു. ദിയ ഡിഞ്ചുവിൻ്റെ കുട്ടികൾ, ശ്രീ ജോബ് സൈമൻ്റെ കുട്ടികൾ, എസ്തർ, ഇഷാൻ, അതുപോലെ ബൈബിൾ റീഡിംഗ് നടത്തിയ പ്രസക്തമായ സ്ക്രിപ്ചർ പോർഷൻ വായിച്ച ഇവിടെ ഭംഗിയായി അവതരിപ്പിച്ച ശ്രീമതി രേണു അലക്സ്, കുമാരി ലിതോ സൂസൻ ജോൺ എന്നിവരോടുള്ള പ്രത്യേക നന്ദിയും സ്നേഹവും ഇവിടെ അർപ്പിക്കുകയാണ്. കൂടാതെ ടാബ്ലോ അവതരിപ്പിച്ച കുട്ടികൾ, അതുപോലെ ക്രിസ്മസ് പപ്പായെ വന്ന ജെയ്തോ, അതുപോലെ മറ്റ് ഓരോ കൊയറങ്ങളോടും പ്രത്യേകമായ നന്ദിയും സ്നേഹവും ഇവിടെ വീണ്ടും അർപ്പിക്കുന്നു. ഇനിയും നമുക്കിതുപോലെ ആകുലതകൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇനിയും നന്മയുടെയും പ്രത്യാശയുടെയും കിരണങ്ങൾ വിതറി ക്രിസ്മസിൻ്റെ പൊന്നൊളി പരത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസും ഐശ്വര്യം നിറഞ്ഞ പുതുവർഷവും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Thank you, sir. ഈ പരിപാടി ഇവിടെ ഭംഗിയായി കോമ്പയർ ചെയ്യുകയും വളരെ ചിട്ടയായി ഇവിടെ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്ത ശ്രീമതി രഞ്ജു സൈമനോടുള്ള പ്രത്യേക സ്നേഹവും നന്ദി അർപ്പിക്കുന്നു. ആരെങ്കിലും ഇനി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയും. താങ്ക് യു, സർ. സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായി സെയിൻറ്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച് വികാർ റെവറൻഡ് ഫാദർ ജോൺ പുലിക്കോട്ടിൽ അച്ഛനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമായി അനവധിയായി സ്തോത്രം നാദാ. കൃപ വേണം ഞങ്ങളിലെന്നും അനവധിയായി സ്തോത്രം നാദാ. കൃപ വേണം ഞങ്ങളിലെന്നും. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനാം പുത്രൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ഓരോരുത്തരുടെ മേൽ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ.
you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings to you wherever you are. Good tidings for Christmas and a Happy New Year. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. With this, we conclude the online Christmas Carol 2021 from St. Thomas Church, Chembukava, Thrissur. Wish you all a Merry Christmas and a blessed 2022. Thank you.